നമസ്കാരം. ഇന്നത്തെ വീഡിയോ കുറച്ച് വ്യത്യസ്തമാണ്. ഒരു കോൺവെർസേഷണൽ മൂഡിലാണ്. ഇത് എൻ്റെ മകൻ കാളിദാസൻ. അവൻ എറണാകുളത്ത് ജേർണലിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ പ്രശ്നം നമ്മളപ്പം ഇന്നിപ്പോൾ ഇരുന്നതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് വരാൻ പോകുന്ന ജൂലൈ 30-നാണ് നിസാറിൻ്റെ ലോഞ്ച്. ഇപ്പം നിസാർ എന്ന് പറയുമ്പോൾ നമുക്കൊരു അബ്രിവിയേഷനാണ്. കോമൺലി അതിപ്പോൾ ഒരു ട്രോളിലൊക്കെ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. നിസാർ വരും, നിസാർ പോകുന്നു എന്നൊക്കെ തരുന്നില്ല. നിസാർ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നാസ ISRO സിന്തറ്റിക് അപ്പർച്ചർ റഡാർ. അപ്പോൾ ഈ ഒരു സാറ്റലൈറ്റ് നാസയും ISROയും കൂടെ ചേർന്ന് ലോഞ്ച് ചെയ്യാണ്. അപ്പം അതിനിപ്പം അധികം നാളില്ല. അപ്പം ഇതെന്താണെന്ന് പ്രധാനമായിട്ടും നമ്മൾ ആൾക്കാരോട് പറയുമ്പം, അല്ലെങ്കിൽ കുറച്ച് പേരെങ്കിലും ഇത് ചോദിക്കും, എന്താണ് നിസാർ? കുറേ കാലമായിട്ട് ISRO സാറ്റലൈറ്റുകൾ അയക്കുന്നു, നാസ ഒരുപാട് സാറ്റലൈറ്റുകൾ അയക്കുന്നു, പല പല പേരുകളിലൊക്കെ തന്നെ നമ്മൾ പറയുന്നു. അപ്പം നിസാർ എന്താണ്? അപ്പോൾ ഇതിൻ്റെ ഒരു അബ്രിവിയേഷൻ ഒന്ന് വലുതാക്കിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അതൊരു റഡാർ സംവിധാനമാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാനത് മനസ്സിലാക്കിയിടത്തോളം നിസാർ ഒരു 3 കൊല്ലം മുമ്പേ ഈ ഒരു സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഈ ഒരു മുണ്ടക്കൈ ചൂരൽമല മണ്ണിടിച്ചിൽ ചിലപ്പോൾ അത്ര വലിയൊരു ദുരന്തമായിട്ട് മാറത്തില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം അതിനെക്കുറിച്ചൊരു സൂചനയെങ്കിലും കിട്ടിയേനെ. അതാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും സിമ്പിളായി ആൾക്കാരോട് പറയാൻ പറ്റുന്നത്. ഇതാണ് നിസാറിൻ്റെ ഒരു വൺ ഓഫ് ദി സ്പെസിഫിക്കേഷൻ. ഓക്കെ, അത് എന്ന് നമുക്ക് അങ്ങനെ പൂർണ്ണമായിട്ട് പറയാൻ കഴിയില്ല. ആദ്യം എന്താണ് ഈ സാധനം എന്നുള്ളത്, ഇന്ന് സിന്തറ്റിക് അപ്പർച്ചർ റഡാർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ്. എന്താണ് റഡാർ? റഡാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്നലുകൾ അയച്ച് ആ സിഗ്നലുകളെ തിരിച്ച് സ്വീകരിച്ച് അതിനെ അനലൈസ് ചെയ്ത് എന്താണ് അവിടെ നടക്കുന്നത്, എന്താണ് അവിടുത്തെ കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കുന്ന സംവിധാനം. അതായത് റഡാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയോ ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ്. നമുക്ക് റഡാർ വളരെ സുപരിചിതമാണ്. റഡാർ എന്നുള്ള പദം എല്ലാവർക്കും അറിയാം. അതായത് പറന്നു വരുന്ന വിമാനങ്ങളെയും പറക്കുന്ന വസ്തുക്കളെയും ഒക്കെ കണ്ടുപിടിക്കുന്നത്. അതിനപ്പുറത്തേക്കുള്ള ഒന്നാണ് ഈ സിന്തറ്റിക് അപ്പർച്ചർ റഡാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്നാൽ സിന്തറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ദർ ഇസ് സംതിങ് ഈസ് സിന്തസൈസിങ്. അതായത് ഡേറ്റ സിന്തസൈസ് ചെയ്യുന്നത്, നേരെ അങ്ങ് കാണിക്കുകയല്ലേ ചെയ്യുന്നത്, അതിനെ സിന്തസൈസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് 2 തരത്തിലുള്ള ഫ്രീക്വൻസിയിലുള്ള ഇത് സിഗ്നലുകളാണ് വിടുന്നത്. S ബാൻഡ്, L ബാൻഡ്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്കിപ്പോൾ പോകേണ്ടതില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ സിഗ്നലുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ക്ലൗഡ്സിനെയൊക്കെ ക്രോസ് ചെയ്ത് പോകും. എത്ര ക്ലൗഡി ആണെങ്കിലും അതിനെ ക്രോസ് ചെയ്ത് പോകും. ഇങ്ങനെയൊക്കെയുള്ള കുറേ ഗുണങ്ങളുണ്ട്. വളരെ ക്ലിയർ ആയിട്ടുള്ള ഡേറ്റ കിട്ടും. ഇങ്ങനെ ഒരു റഡാർ, സിന്തറ്റിക് അപ്പർച്ചർ റഡാർ സ്പേസിൽ വെക്കുന്നതിൻ്റെ ഉദ്ദേശം ശരിക്കും നമ്മുടെ ഭൂമിയിലെ എല്ലാ റിസോഴ്സസിനെയും മുകളിൽ നിന്ന് വളരെ അകലെ നിന്ന് കാണുമ്പോൾ പരമാവധി വ്യക്തതയോടുകൂടിയും 3D ഇമേജിലും കാണുക എന്നുള്ളതാണ്. അതായത് ഇപ്പോഴുള്ള സംവിധാനത്തെക്കാൾ ഒരു 10 മടങ്ങ് ഒരുപാട്. ഇപ്പം നമ്മൾ കണ്ടിട്ടില്ലേ ഈ സാറ്റലൈറ്റ് പിക്ചേഴ്സ് ഒക്കെ കണ്ടിട്ടില്ലേ? മേഘങ്ങൾ വരുന്നു, ക്ലൗഡുകളൊക്കെ വരുന്നൊക്കെ കാണുന്നില്ലേ? അത് പക്ഷേ പല സമയത്തും ഇപ്പം മേഘങ്ങൾ വന്നു കഴിഞ്ഞാലും നമുക്കത് കിട്ടില്ല. 3D ഇമേജ് അല്ല. അത് 3D ഇമേജ് അല്ല. അതിൽ നിന്ന് ഈ സിന്തസിസ് നടക്കുന്നത്, പ്രോസസ്സിങ് നടക്കുന്നത് ഇവിടെയാണ് നടക്കുന്നത്. ആ പിക്ചറിനെ മുഴുവനും അങ്ങനെ തന്നെ കിട്ടുന്ന പിക്ചർ അല്ല അത്. അതിനെ ഇവിടെ കുറേ പ്രോസസ്സ് ചെയ്തിട്ടാണ് നമ്മുടെ മുമ്പിലേക്ക് അത് വരുന്നത്. എന്നാൽ ഈ സിന്തറ്റിക് അപ്പർച്ചർ റഡാറിനെ സംബന്ധിച്ചിടത്തോളം പ്യുവറായിട്ടുള്ള എന്താണോ ഒറിജിനൽ അങ്ങനെ തന്നെയാണ് ലഭിക്കുന്നത്. ഇപ്പോൾ സാധാരണ സാറ്റലൈറ്റ് പിക്ചേഴ്സ് ഒരു ഫോട്ടോ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതെന്താ ഏതാണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. എന്നാൽ മറ്റത് വളരെ ക്ലിയർ ആയിട്ട് കിട്ടും. ഇനി ക്ലൗഡി ആണെങ്കിൽ ഒന്നും കാണാൻ കഴിയില്ല. എന്നാൽ ഈ ക്ലൗഡ്സിൻ്റെ ഉള്ളിൽ കൂടെയും ഈ എക്സ്റേ തുരന്നു പോകുന്നത് പോലെ ഇത് പോയിട്ട് ഈ എന്താണ് അവിടെ എന്നുള്ളത് കിട്ടും. പിന്നെ ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൻ്റെ കാര്യം, ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിനെ സംബന്ധിച്ചുള്ള എന്താണ് അവിടെ ശരിക്കും സംഭവിച്ചത്? അവിടെ ക്ലൗഡ് ബേസ്റ്റ് ഉണ്ടായി. വളരെ അത് ഇപ്പോഴത്തെ സംവിധാനം വെച്ച് തന്നെ നമുക്ക് പ്രവചിക്കാൻ കഴിയും. ഒരു പ്രത്യേക ഭാഗത്ത് വലിയ ഹൈ കോൺസെൻട്രേഷനിൽ ക്ലൗഡ്സ് വരുന്നു. അവിടെ ഇത്ര സെൻറ്റിമീറ്ററിൽ ഇത്ര സമയത്തിനുള്ളിൽ ഇത്ര സെൻറ്റിമീറ്റർ മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പ്രവചിക്കാൻ നമ്മുടെ ഇപ്പോഴത്തെ സംവിധാനങ്ങൾക്ക് കൊണ്ട് തന്നെ കഴിയും. അന്ന് ആ മുന്നറിയിപ്പുകൾ കൊടുത്തിരുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരവും. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ
ഉരുൾപൊട്ടൽ എന്ന് പറയുന്ന ആ പ്രതിഭാസത്തിനെ തടുത്തു നിർത്താൻ ആർക്ക് കഴിയും? പറ്റില്ല. അല്ല, തടുത്ത് നിർത്തുക എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചത്. തടുത്തു നിർത്തുന്നതിനേക്കാളും ഇപ്പോൾ ആ ഉരുൾപൊട്ടൽ നടന്നു, ആ മണ്ണിടിച്ചിൽ ഒരു ദുരന്തമായി മാറില്ലായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം. കാരണം ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നു, അതിനനുസരിച്ച് നേരത്തെ നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നു. ഇപ്പോൾ ഇപ്പം പറഞ്ഞ പോലെ ഇപ്പം ഇങ്ങനൊരു മുന്നറിയിപ്പ് കൊടുത്തിരുന്നു, നേരത്തെ തന്നെ അത് കൊടുത്തിരുന്നതാണ്. അതിന്റെ വേണ്ട സംവിധാനം ചെയ്തില്ല, പിന്നെ നമ്മളത് പറയുമ്പോൾ അത് മറ്റ് വിഷയങ്ങളിലേക്ക് പോകും. അപ്പം ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പം ആ ഒരു മണ്ണിടിച്ചിൽ മുന്നറിയിപ്പ് നേരത്തെ കൊടുത്തു, കൃത്യമായി ആൾക്കാരെ മാറ്റിയിരുന്നെങ്കിൽ ആ മണ്ണിടിച്ചിൽ ഉണ്ടായേനെ. പക്ഷേ ഈ ഒരു ഭീകരത പറഞ്ഞ ആ രീതിയിലുള്ള മുന്നറിയിപ്പുകൾ കൊടുക്കാനുള്ള സംവിധാനം ഇപ്പോൾ തന്നെയുണ്ട്. നമ്മളത് ഫോളോ ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞില്ല, ഇപ്പം ഇവിടെ നമ്മുടെ ഒറീസ തീരത്തൊക്കെ വലിയ കൊടുങ്കാറ്റടിക്കുമ്പോൾ ആ കൊടുങ്കാറ്റടിക്കുന്നതിന് ഒരു 2 ദിവസം മുമ്പേ ഇത്ര വേഗതയിൽ ബംഗാൾ ഉൾക്കടലിൽ 400 കിലോമീറ്റർ അകലെ ഇത് എന്താണ് ചക്രവാക ചുഴി ഫോം ചെയ്തിരിക്കുന്നു. അത് ഉടനെ തന്നെ ഒരു വലിയ ചക്രവാക ചുഴിയായി മാറി, ഒരു കൊടുങ്കാറ്റായി മാറി, ഇത്ര 40 കിലോമീറ്റർ 30 കിലോമീറ്റർ വേഗതയിൽ കരയിലേക്ക് അടുക്കുന്നു. ഇന്ന ദിവസം ഇത്ര സമയത്ത് ഇത്ര മണിക്കൂർ 6 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ഉള്ളപ്പോൾ അത് കര തൊടും. ഇതൊക്കെ കൃത്യമായിട്ട് സംഭവിക്കാറുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാരെ മാറ്റി പാർപ്പിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഒറീസയിലൊന്നും കൊടുങ്കാറ്റുണ്ടാകുമ്പം ആൾനാശം ഉണ്ടാകുന്നില്ല, പക്ഷെ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിനെ നമുക്ക് തടയാൻ പറ്റും. ആ സിസ്റ്റം ഇപ്പോൾ ഉണ്ട്. ഈ സിന്തറ്റിക് അപ്പർച്ചർ റഡാറിൻ്റെ ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല, കാലാവസ്ഥാ പ്രവചനം എന്നുള്ളതിനേക്കാൾ കൂടുതൽ അതിൻ്റെ കഴിഞ്ഞിൽ നമ്മുടെ ഭൂമിയിലെ നാച്ചുറൽ റിസോഴ്സസ് ഒരുപാടുണ്ട്, ഇനിയും എക്സ്പ്ലോർ ചെയ്യാൻ കിടക്കുന്നത് ഒരുപാടുണ്ട്. അതിൻ്റെ വിവരങ്ങൾ കിട്ടുക. അതേപോലെ തന്നെ ഈ സമുദ്ര സമ്പത്ത്, ഇപ്പം ഇവരെ മുക്കോരെയൊക്കെ സഹായിക്കാനാണ് അവർ കടലിൽ പോകുന്ന മീൻ പിടിക്കാനാണ്. എല്ലായിടത്തും എപ്പോഴും മീനുണ്ടാവില്ല. അപ്പോൾ എവിടെയുണ്ട്, ഇന്ന സ്ഥലത്ത് മത്സ്യം കൂടുതലുണ്ട്, ഇന്ന സ്ഥലത്ത് ഇവിടെയുണ്ട്. ഇത് കുറച്ചും കൂടെ പ്രിസൈസ്ഡ് ആവും. ഇപ്പോഴും ആ ഒരു സംവിധാനമുണ്ട്, റഡാർ സംവിധാനമുണ്ട് ബോട്ടുകൾ. അത് റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ് വെച്ചിട്ട് ബോട്ടുകളിലെ റഡാർ സംവിധാനം വെച്ച് നമുക്ക് അത്രയും കിട്ടില്ല. അല്ല, അത്ര ക്ലിയർ അല്ലെങ്കിലും അവർ കുറെയൊക്കെ ഫോളോ ചെയ്യുന്നതും അതാണ്. പക്ഷേ ഇത് കുറച്ചും കൂടെ പ്രിസൈസ്ഡ് ആണ്. അതായത് നമുക്കിപ്പോൾ റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ് വെച്ച് കുറേയൊക്കെ അധികം നമ്മൾ കിട്ടുന്നുണ്ട്. നമ്മൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അതിനേക്കാളിലൊക്കെ കൂടുതൽ വളരെ സൂക്ഷ്മതയോടുകൂടി കൃത്യതയോടുകൂടി ഈ നാച്ചുറൽ റിസോഴ്സസിൻ്റെ അതിനെ എങ്ങനെ എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളതും എല്ലാം കിട്ടും. അപ്പോൾ ഒരു ചോദ്യം വരും, ഈ ഭൂമിയിലുള്ള സാധനം നമുക്ക് തൊട്ടടുത്ത് കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റാത്ത എങ്ങനെയാ ഈ മേളിൽ ഇരുന്ന് 700 കിലോമീറ്റർ മേളിൽ ഇരുന്ന് സാറ്റലൈറ്റ് കാണുന്നത്? മാനുഷികമായ ഒരു ചോദ്യം. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് കണ്ണുകൊണ്ടാണ്. നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തത് ദൂരെ ഇരുന്ന് നോക്കുമ്പോൾ സിഗ്നലുകളിൽ കൂടെ അനലൈസ് ചെയ്യുമ്പോൾ കൂടുതൽ പലതും വ്യക്തമായിട്ട് കിട്ടും. അതാണ് അതിൻ്റെ ലോജിക്ക് എന്ന് പറയുന്നത്. അതാണ് ഇത്. ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, നമ്മൾ വിക്ഷേപിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ചെലവേറിയ സാറ്റലൈറ്റാണിത്. 11,000 കോടി രൂപയാണ് ഇതിൻ്റെ. നമ്മുടെ ഇതിനുണ്ടല്ലോ മംഗൾയാൻ്റെ ചിലവ് എത്ര? മംഗൾയാന് നമ്മൾ ഈ ബാഹുബലി സിനിമയുടെ ബഡ്ജറ്റേ ഉള്ളെന്നാ അതിന്റെ ചെലവ്. 350 കോടി. ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയുടെ ബഡ്ജറ്റേ ഉള്ളൂ. അതിപ്പോഴും പ്രൈം മിനിസ്റ്റർ പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. അതായത് ഇവിടുന്ന് ഒരു ഓട്ടോ വിളിച്ചു പോയാൽ എത്രയുണ്ടോ അത്രയും പോലും പൈസ ആയിട്ടില്ല എന്നുള്ളത്. കാര്യം നമ്മൾ വളരെ ചെലവ് കുറച്ച് ചെയ്യാനാണ് നമ്മൾ വളരെ നമ്മൾ കഴിവ് ടെക്നിക്കലി നോളജ്ഡ് ആയിട്ടുള്ള ശാസ്ത്രജ്ഞരുണ്ടായിരുന്നു. എല്ലാം ഉണ്ടായിരുന്നു. വലിയൊരു ടീം ഉണ്ടായിരുന്നു. ഇവിടെ ചെലവ് കുറച്ച് ചെയ്യാനും കഴിയും. അവിടെയാണ് ഇന്ന് വരെ വിക്ഷേപിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള ഈ സാറ്റലൈറ്റ് വിക്ഷേപിക്കുന്നത്. നമ്മുടെ ഗഗൻയാൻ പദ്ധതി ഉണ്ടല്ലോ, അതിൻ്റെ ചിലവ് 10,000 കോടിയാണ്. അതിനേക്കാളിലും ഉണ്ട്. അവിടെയാണ് നമ്മുടെ പ്രാധാന്യം ഇരിക്കുന്നത്. കാര്യം ഇത്രയും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഇത്രയും ചിലവേറിയ ഒരു സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യാൻ നാസ സമീപിച്ചത് ഭാരതത്തിനെയാണ്. അതാണ് രണ്ടാമത്തെ ചോദ്യം. ഞാൻ അതിലോട്ട് തന്നെ വരുമായിരുന്നു. കാരണം ഇപ്പം പറഞ്ഞു വന്നപ്പോഴാണ് നമ്മൾ അതിലേക്ക് എത്തിയത്. കാരണം നാസ എന്ന് പറയുന്നത് കാലങ്ങളായി ഈ ബഹിരാകാശ ഭീമന്മാരായെന്ന് ആശന്മാരാണ്. അപ്പൊ അതാണ് കാരണം. ഈ ഒരു കാലത്ത് USSR എന്നുള്ളൊരു 2 ഓപ്ഷനിലായിരുന്നു. അതിപ്പം നമ്മൾ ഇപ്പോഴും പറയുന്നുണ്ട്. അവിടുത്തെ മാധ്യമങ്ങളൊക്കെ നമ്മളെ കളിയാക്കുന്നുണ്ടായിരുന്നു. ഈ ചൊവ്വയിലേക്കുള്ള ദൗത്യം കഴിഞ്ഞപ്പോഴും ഒക്കെ കളിയാക്കുന്നു. പശു കാളയും കൊണ്ട് ചെന്ന് പശുവിനെ കൊണ്ട് ചെന്ന് മെമ്പർഷിപ്പ് ഇൻ യുവർ ടീം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള എല്ലാ കാലത്തും യൂറോപ്യൻ മാധ്യമങ്ങളും അമേരിക്കൻ മാധ്യമങ്ങളും ചെയ്തിട്ടുണ്ട്. അല്ല, പക്ഷേ വാഷിംഗ്ടൺ പോസ്റ്റ് അതിന് മാപ്പ് ചോദിച്ചു. പക്ഷേ ഇവരിത് പിന്നെയും പറയുന്നു എന്നുള്ളത്. കാരണം എല്ലാ കാലത്തും മാധ്യമങ്ങള്
ഇപ്പൊ യൂറോപ്യൻ മാധ്യമങ്ങളും അമേരിക്കൻ മാധ്യമങ്ങളും ഒക്കെ ഇന്ത്യയെ ഒരു പുച്ഛത്തോടെ തന്നെ കണ്ടിട്ടുള്ളൂ. എന്താന്ന് വെച്ചാല് നിനക്കൊന്നും ഇതൊന്നും പറഞ്ഞിട്ടില്ല, ഇതൊക്കെ ഞങ്ങൾക്കുള്ള വലിയൊരു പ്രിവിലേജ് ക്ലാസ്സിനുള്ളതാണ്. നീയൊക്കെ അവിടെ എന്തെങ്കിലുമൊക്കെ കാണിക്കും, വല്ല അവിടെ തുമ്പെന്ന് വല്ല എലിവാണം വല്ലതും വിട്ട് കളിക്കും, അതിനൊക്കെ ഉള്ളൂ നിങ്ങൾ എന്ന ഒരു മൈൻഡ് സെറ്റ്, ഒരു മനോഭാവം അവർക്ക്. അത് ഇപ്പം അപ്പോളോ ദൗത്യത്തിന്റെ അതെപ്പോഴും നമ്മൾ ഇപ്പോഴും പറയാറുണ്ട്. അപ്പോളോ ദൗത്യം ഈ ചന്ദ്രനിലേക്ക് അമേരിക്ക മനുഷ്യരെ അയച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ത്യയിലേക്ക് സൈക്കിളില് പുറകിൽ ഇത് കെട്ടിപ്പോകുന്ന ഒരു ഫോട്ടോ നമ്മൾ ഇപ്പോഴും കണ്ടിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ നിന്ന് ഇപ്പൊ എത്തി നിൽക്കുന്നത് ഈ നാസയും കൂടി ജോയിന്റ്ലി വെഞ്ചേർഡ് ആയിട്ടുള്ള ഈ ഒരു പ്രൊജക്റ്റ് ബഹിരാകാശത്തേക്ക് എത്തിക്കുന്നത് നമ്മുടെ GSLV-യിൽ. അതെ. അപ്പൊ അത്രത്തോളം വിശ്വാസം അമേരിക്ക നമ്മളിൽ വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഇതിൻ്റെ അകത്ത് വലിയ ഒരു ചരിത്രപരമായ കാവ്യനീതി കൂടുണ്ട്. അതെന്താന്ന് വെച്ചാൽ GSLV-യിലാണ്. ഈ GSLV ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് നമ്മുടെ ക്രയോജനിക് പദ്ധതി സോവിയറ്റ് യൂണിയനുമായിട്ട് ചേർന്നുണ്ട്. നമ്മൾ അവരുടെ നിന്ന് ടെക്നോളജി ട്രാൻസ്ഫർ പ്രകാരം നമ്മൾ ക്രയോജനിക് എഞ്ചിൻ ഉണ്ടാക്കാനുള്ള പദ്ധതി ഇട്ടു. അന്ന് അതിന് ഏറ്റവും അധികം പാരവെച്ചത് അമേരിക്കക്കാരാണ്. അമേരിക്കയാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നല്ല രസകരമായ കാരണമാണ് ഇവർ പറഞ്ഞത്. ഇത് മിസൈൽ ടെക്നോളജി കൺട്രോൾ റിജീം MTCR അതിൻ്റെ അകത്ത് വരുന്നതാണ്. മിസൈൽ ടെക്നോളജി അത് ഒരിക്കലും ഒരു രാജ്യവും മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല. സാങ്കേതികമായി അത് മിസൈൽ ടെക്നോളജി വേണമെങ്കിൽ പറയാം. പക്ഷെ വേറൊരു കാര്യം അറിയോ, ലോകത്തിൽ ഇന്ന് വരെ ഒരു മിസൈലിലും ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിക്കുന്നില്ല. ഒരു മിസൈലിന് ക്രയോജനിക് എഞ്ചിൻ്റെ ആവശ്യവുമില്ല. ഒരു സ്വാഭാവിക ന്യായീകരണമാണ്. മിസൈൽ കാര്യം ക്രയോജനിക് എഞ്ചിൻ എന്തിനാണ്? മാക്സിമം ഹൈറ്റിലേക്ക് വളരെ ഭാരം കൂടിയ സാറ്റലൈറ്റുകളെ എത്തിക്കുക എന്നുള്ളതാണ് ക്രയോജനിക് എഞ്ചിന്റെ ദൗത്യം. അതാണ് ക്രയോജനിക് എഞ്ചിൻ ഉണ്ട്. മിസൈലിന്റെ ഉദ്ദേശം എന്താണ്? പരമാവധി ദൂരത്തിലേക്ക് ഒരു പേലോഡിനെ എത്തിക്കുക എന്നുള്ളതാണ്. അത് താഴേക്ക് കൊണ്ടുവരാനാണ്. അറിഞ്ഞില്ലേ? ഇതിന് രണ്ടും ഉദ്ദേശമാണ്. ഒരേ രണ്ടിന്റെ സയൻസ് ഒന്നാണെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു മിസൈലിന് ക്രയോജനിക് എഞ്ചിൻ വേണ്ട. ഇന്ന് വരെ ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിച്ചുള്ള ഒരു മിസൈൽ ഇല്ല. പക്ഷേ ഇത് മിസൈൽ ടെക്നോളജിക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇവരിതിനെ പണിവെച്ചത്. പിന്നീട് നമ്മളൊരു 95-96 കാലമാകുമ്പോഴേക്ക് ഈ GSLV വിക്ഷേപിക്കേണ്ടതായിരുന്നു. സോവിയറ്റ് യൂണിയനിൽ നിന്നുള്ള ആ ടെക്നോളജി വെച്ച് ഇവിടെ ഉണ്ടാക്കി. പക്ഷേ ഇവരത് ഡിലേ ചെയ്തു. അതിന് പകരം സോവിയറ്റ് യൂണിയൻ നേരിട്ട് എഞ്ചിൻ തന്നു. നമുക്കത് ഒരു 15 വർഷമെങ്കിലും അത് നമ്മളെ കൊണ്ട് വൈകിപ്പിക്കാൻ അവർക്ക് സാധിച്ചു. അങ്ങനെ നമ്മൾ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്ത് ഇവർ കാരണം നമുക്ക് സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്ത് ചെയ്ത അതേ റോക്കറ്റിൽ അതേ എഞ്ചിൻ വെച്ച് അവരുടെ സാറ്റലൈറ്റ് വിക്ഷേപിക്കുന്നു. അവരുടെ ഏറ്റവും ചിലവേറിയ ഒരു സാറ്റലൈറ്റ് വിക്ഷേപിക്കുന്നു എന്നുള്ളിടത്താണ് ഇതിൻ്റെ ചരിത്രപരമായ കാവ്യനീതി ഇരിക്കുന്നത്. അവിടെയാണ് അതിൻ്റെ ഫാക്ട്. ഇന്ന് GSLV എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വിശ്വസ്തതയുള്ള റോക്കറ്റുകളിൽ ഒന്നാണ്. കാര്യം വിശ്വസ്തതയില്ലെങ്കിൽ പിന്നെ കഴിഞ്ഞു. കാര്യം ഇത്രയും എക്സ്പെൻസീവാണ്, ഇതെല്ലാം ഉണ്ട്. റോക്കറ്റ് പരാജയപ്പെട്ടിട്ടില്ല, ഇഷ്ടംപോലെ. പക്ഷേ എങ്കിലും ഇന്ന് ലോകത്തിലെ ഏറ്റവും ട്രസ്റ്റ് വർത്തിയായിട്ടുള്ള റോക്കറ്റ് ലോഞ്ച് ഹിസ്റ്ററി ഉള്ള നമ്മൾ ഇന്ത്യയുടെ അഭിമാനം, സെൽഫ് മെയ്ഡ് എന്ന് തന്നെ പറയാം. സെൽഫ് മെയ്ഡ് നമ്മുടെ അഹങ്കാരം, സ്വകാര്യ അഹങ്കാരം എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ അവർ ഇപ്പോൾ നമ്മളെ ഈക്വലായിട്ട് കാണാൻ തുടങ്ങുന്നു, കണ്ടിരിക്കുന്നു എന്നുള്ളിടത്താണ് ഇതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ ലോഞ്ച് ഒരു സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യാൻ ഒരു കോൺട്രാക്റ്റ് തന്നു, നമ്മളിവിടെ ലോഞ്ച് ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു കൊമേഴ്ഷ്യലായിട്ടുള്ള മാനമല്ലാതെ ഇങ്ങനെയുള്ള ചരിത്രപരമായും സാമ്പത്തികപരമായും ദേശീയപരമായും ഒക്കെയുള്ള ഒരുപാട് ഡയമെൻഷൻസ് ഉണ്ട്. ഒരു കൊമേഴ്സ്യൽ ലോഞ്ച് ഇതിനു മുമ്പേ നടന്നിട്ടുണ്ടായിരുന്നു. ഇല്ല, മെഗാ പ്രോജക്റ്റ് ഒന്നും നടന്നിട്ടില്ല. ഇപ്പൊ OneWebന്റെ ഒക്കെ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരുപാട് നമ്മൾ കൊമേഴ്സ്യൽ ലോഞ്ച് പല രാജ്യങ്ങളുടെ ലോഞ്ച് ചെയ്യുന്നു. പല രാജ്യങ്ങളും കൊമേഴ്സ്യലി ചെയ്യുന്നുണ്ട്. ഇത് നാസയുടെയാണ്. അതെ, നാസ എന്ന് പറയുന്നത് ഈ സ്പേസ് ടെക്നോളജിയിലെ ആശാന്മാരാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ലാർക്കും. അതായത് അവരുണ്ടാക്കിയ സാധനം, ആ ഒരു സാറ്റലൈറ്റ് നമ്മുടെ സഹായത്തോടെ നമ്മൾ ഇത് മുകളിൽ എത്തിക്കുന്നു. അവർക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ അവിടെ നിന്ന് ഇപ്പോൾ ഈ സാറ്റലൈറ്റ് ഇപ്പോൾ 11,000 കോടി രൂപ എന്ന് പറയുന്നത് അവരവിടെ ചെയ്യുകയാണെങ്കിൽ ഈ 11,000 കോടി എന്നുള്ളത് 30,000-40,000 കോടി രൂപയോ. അതെ,
ആയിരുന്നില്ല. ആ സ്ഥാനത്താണ് 1/3 ചെലവിൽ നമുക്കിത് ചെയ്യാൻ കഴിയുന്നു. നമ്മുടെ കൊമേഴ്ഷ്യൽ സ്പേസ് മാർക്കറ്റിലേക്കുള്ള നമ്മുടെ എൻട്രി തടയാൻ ശ്രമിച്ച അതേ ആൾക്കാർ കൊമേഴ്ഷ്യലി നമ്മളോട് സഹകരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്രാധാന്യം. അതെ, അതുപോലെ തന്നെയാണ് ഇപ്പം ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ ആക്സിയം ദൗത്യം നമ്മൾ അതേപോലെ ആക്സിയം ദൗത്യം ഞാനതാ പറഞ്ഞു. അതെ, പണ്ട് നമ്മൾ USSRന്റെ കൂടെയാണ് സ്പേസിൽ എത്തിച്ചതെങ്കിൽ ഇപ്പം അത് മാറി. അത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മളത് ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. നമ്മളതിൻ്റെ 84 അവസാനമായി ഒരു ഇന്ത്യക്കാരൻ ബഹിരാകാശത്തെത്തിയത്, രാകേഷ് ശർമ്മ. ആദ്യമായിട്ടും അവസാനമായിട്ടും ഇതിനു മുമ്പ് ഞാനന്ന് സ്കൂൾ കുട്ടിയാണ്, ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ്. അതിനുശേഷം ഇന്ത്യ ഒരു സ്പേസ് ശക്തിയായിട്ട് വളർന്നു. സ്പേസ് ശക്തിയായിട്ടും അതിൻ്റെ നമ്മൾ ചെറുതാണെങ്കിൽ പോലും ഒരുപാട് സാറ്റലൈറ്റുകൾ നമ്മൾ ലോഞ്ച് ചെയ്തു, പല പ്രോജക്റ്റുകൾ നമ്മൾ ചെയ്തു. എന്നിട്ടൊക്കെ ഇതെല്ലാമായിരുന്നിട്ടും ഒരു ഇന്ത്യക്കാരൻ വീണ്ടും സ്പേസിലെത്താൻ 42 വർഷം വേണ്ടി വന്നു, 41 വർഷം വേണ്ടി വന്നു. വൈ? വലിയ ചോദ്യമാണ്. വലിയൊരു ചോദ്യമായി. ഇതിനിടയ്ക്ക് ഈ സൗദി അറേബ്യക്കാരൻ പോയി, ദുബായ്ക്കാരൻ പോയി, മലേഷ്യക്കാരൻ പോയി, പല യൂറോപ്യൻ രാജ്യങ്ങളിലും. അതായത് റോക്കറ്റും ഇതുമൊക്കെ വിട്ടിട്ട് മര്യാദയ്ക്കൊരു കാറ് പോലും ഉണ്ടാക്കാൻ അറിയാൻ വയ്യാത്തവൻ രാജ്യങ്ങൾ അവരുടെ പൗരന്മാരെ ബഹിരാകാശത്തേക്ക് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് അയച്ചു. നമ്മൾ ഒരു ഇന്ത്യക്കാരൻ ആദ്യമായി ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ സന്ദർശിക്കുന്നത് ഇപ്പോഴാണ്. 5 വർഷം 2030 വരെ ഉള്ളൂ ഈ സ്പേസ് സ്റ്റേഷൻ. അത് കഴിഞ്ഞാൽ അതിന്റെ ലൈഫ് കഴിഞ്ഞു, അത് ഡിസ്മാൻഡിൽ ചെയ്യും. ഇപ്പോഴെങ്കിലും നമുക്ക് പോകാൻ സാധിച്ചു. ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നുള്ളത് നമുക്ക് സന്തോഷമുള്ള കാര്യമാണെങ്കിലും വൈ ഇറ്റ് ഈസ് സോ ഡിലേഡ് എന്നുള്ളത് അത് വേറൊരു വശമാണ്. അത് നമ്മൾ പറഞ്ഞു പോകുമ്പോൾ രാഷ്ട്രീയത്തിലേക്ക് പോകണ്ട, എങ്കിലും നമ്മളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമുക്ക് നേരത്തെ ആകാമായിരുന്ന കാര്യമായിരുന്നു, പക്ഷെ കുഴപ്പമില്ല, ഇപ്പോഴെങ്കിലും അത് നടന്നു എന്നുള്ളതിൽ നമുക്ക് ഇതിലിപ്പോൾ ഈ ഒരു കാലതാമസത്തിൻ്റെ പറഞ്ഞു. അപ്പം ഞാൻ അതിൽ നിന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാണ്. അത് കണക്ട് ചെയ്യാനില്ല, ചിലപ്പോൾ അതൊരു സാധാരണ കാലയളവായിരിക്കും. കാരണം സെപ്റ്റംബർ 30, 2014 ഇത് ഈ ഒരു പദ്ധതി സൈൻ ചെയ്യുന്നത്. കെ രാധാകൃഷ്ണൻ ISRO ചെയർമാൻ ആയിരുന്ന കാലത്ത്. അപ്പം അവിടെ നിന്ന് ഇപ്പം 2025 ജൂലൈ 30 എത്തി, ഇതിൻ്റെ ലോഞ്ചിലേക്ക് എത്തിയപ്പോൾ. അതൊരു സ്വാഭാവിക കാലയളവാണോ അല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും കാലതാമസം അവിടെ ഉണ്ടായിട്ടുണ്ടോ നമുക്ക് പറയാൻ പറ്റുമോ? അങ്ങനെയുള്ള അല്ല, ഇത് സ്വാഭാവികം തന്നെ നമുക്ക് പറയാം. കാരണം 2 പദ്ധതികൾ ഒരുമിച്ച്, 2 ഏജൻസികൾ ഒരുമിച്ച് അതുകൊണ്ടല്ല, അതൊന്നും ഇവിടുത്തെ വിഷയമല്ല. ഇതെല്ലാം പുതിയ ടെക്നോളജിയാണ്. ആ ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് അപ്രൂവ് ചെയ്ത് കിട്ടാൻ അതിന് 10 വർഷം എന്ന് പറയുന്ന ഒരു കാലഘട്ടമേ അല്ല. അത് ചിലപ്പോൾ അങ്ങനെ ഒരു ചോദ്യം വന്നേക്കാം. കാരണം ഇതിലിപ്പം ഇങ്ങനെ ഒരു സംഭവം നമ്മളിത് പറയുമ്പം ഇപ്പോൾ ഈ 2014 സൈൻ ചെയ്തു, 2020 സ്വാഭാവികമായിട്ടും മനുഷ്യരെ ചിന്തിക്കുന്ന ഒരു കാര്യം, എന്തുകൊണ്ട് ഇത്ര താമസിച്ചു എന്ന് അറിയാതെങ്കിലും ചിന്തിക്കും. അപ്പം നമ്മളതൊന്ന് ഉറപ്പാക്കുക എന്നുള്ളത്. ഒരു തെങ്ങ് നട്ടിട്ട് അതിൽ നിന്നൊരു തേങ്ങ കിട്ടാൻ എത്ര കാലം വേണം? ആ ഒരു സ്വാഭാവിക കാലയളവ് തന്നെ പറയാൻ പറ്റും. സ്പേസ് ടെക്നോളജി പുതിയ അറിഞ്ഞില്ല, അപ്പം ചുടുന്ന പോലെ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമല്ല ഇത്. ആദ്യം ഇതിൻ്റെ കാര്യം, പിന്നെ ഈ പറഞ്ഞ പോലെ 2 ഏജൻസികളാണ്. അപ്പോൾ അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ഒരു കോർഡിനേഷനിൽ എത്തണം. ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ ഇന്ത്യയുടെ ടെക്നോളജി, അമേരിക്കയുടെ ടെക്നോളജി, ഇവർ രണ്ടും സ്വതന്ത്രമായിട്ട് വികസിച്ച ടെക്നോളജികൾ. അപ്പോൾ അതിൻ്റെ അകത്ത് പല ഡിസ്പാരിറ്റീസ് ഉണ്ടാവും. അപ്പോൾ അതെല്ലാം പരിഹരിക്കണം. പിന്നെ ഈ സാധനം 0 ഉണ്ടാക്കി ഓരോ സാറ്റലൈറ്റും അങ്ങനെ. ഇതിനു മുമ്പ് ഇങ്ങനത്തെ സാധനം ഇല്ല. അപ്പം ഇത് ഉണ്ടാക്കണം, റെഫറൻസിന് പോലും ഇല്ല, ഉണ്ടാകും. എന്നിട്ട് അത് ടെസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് ഫെയിൽ ആവും. അപ്പോൾ അത് കറക്റ്റ് ചെയ്ത് വീണ്ടും ചെയ്യണം. ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അതേസമയം എക്സിസ്റ്റിംഗ് ആയിട്ട് ഓൾറെഡി ഉള്ളതാണ്. ഇപ്പോൾ നമ്മുടെ ഇൻസാറ്റ് സാറ്റലൈറ്റ് അല്ലെങ്കിൽ GSAT, ഇത് ഓൾറെഡി ഉള്ള അതിൻ്റെ അകത്ത് ഒരു എൻഹാൻസ്മെന്റ് മാത്രമാണെങ്കിൽ ചിലപ്പോൾ 1-2 വർഷം മതിയാവും. ഇതല്ല, 0 സ്റ്റാർട്ട് ചെയ്യണം. അവിടെയാണ്. അതുകൊണ്ട് ഇത് 10 വർഷം 11 വർഷം എന്നൊക്കെ പറയുന്നത് സ്പേസ് ടെക്നോളജിയിൽ ഒരു പുതിയ ടെക്നോളജി ഡെവലപ്പ് ചെയ്യാൻ ഒരു കാലമേ അല്ല. കാരണം ഗഗൻയാനും ഇതിനു മുമ്പ് എത്രയോ കാലമായിട്ട്, ഗഗൻയാൻ 2016 പദ്ധതി അപ്രൂവ് ചെയ്യുന്നത്. കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവ് ചെയ്യുന്നത്. ഇപ്പത്തെ 26 10 വർഷം ആയി. 10 വർഷമായി. അപ്പോഴും അതിന്റെ വെഹിക്കിൾ ടെസ്റ്റ് ചെയ്തിട്ടില്ല. ഇപ്പൊ ചെയ്യാൻ പോകുന്നത് ആൾക്കാർ, അതായത് അതിൽ പോകേണ്ട ആൾക്കാർ ആരാന്നുള്ളത് മാത്രമേ ഇപ്പോഴും നമുക്ക് വ്യക്തമായിട്ടുള്ളൂ. ഇനി അതിന്റെ വെഹിക്കിൾ, ഇനി ഒരു 3 ലോഞ്ച് നടക്കാനുണ്ട്.
അതിലൊരു ഞാനിപ്പോ പറഞ്ഞത് ഇപ്പൊ നമ്മൾ അതിലോട്ട് വന്നപ്പം ഈ ശുഭാംശു ശുക്ല ഒന്ന് ബഹിരാകാശത്ത് പോയി ഒന്ന് വന്നിട്ടേ ഉള്ളൂ. എന്നിട്ട് ബാക്കിയുള്ളവരോട് ഇതിന്റെ അനുഭവമൊക്കെ പറയണം. ഇതിങ്ങനെയാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. ഗഗൻയാന്റെ ഒരു തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ട് തന്നെ പോയത്. അത് മാത്രമല്ല, ഇനി വേറൊന്ന്, ഇപ്പൊ ഈ ഒരു സ്പേസ് ഇത് ആൾക്കാരെ അയക്കുന്ന സാധാരണ റോക്കറ്റിൽ അയക്കും നമ്മുടെ പ്രൂവൺ റോക്കറ്റാണ്, ഗംഭീര റോക്കറ്റാണ്. GSLV Mark 3 അഥവാ ബാഹുബലി എന്ന് പറയുന്ന റോക്കറ്റ് LBM-3 അത് വെൽ പ്രൂവൺ ആണ്. ഇന്ന് വരെ ഒരു പരാജയം പറഞ്ഞിട്ടില്ല. അത്രമാത്രം വിശ്വാസ്യതയുള്ള റോക്കറ്റാണ്. ഇതിൽ നീ എന്ത് ചെയ്യാൻ? അല്ല, പക്ഷേ അതിലൊരു പ്രശ്നമുണ്ട്. അതായത് ഇതിന് ഹ്യൂമൻ റേറ്റിംഗ് എന്ന് പറയുന്ന സംഭവമുണ്ട്. ഹ്യൂമൻ റേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ പ്ലാസ്റ്റിക് പലതും വാങ്ങുവാറില്ലേ, അതിൻ്റെ അത് ചിലതിൻ്റെ അതുണ്ട് ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് എന്ന് കാണില്ലേ, ഇല്ലേ? എന്ന് വെച്ചാൽ ഫുഡ് കൊണ്ടുപോകാൻ, അതായത് ചൂടുള്ള ഭക്ഷണം ജീവനെ ഇതാക്കുന്നത്, അതായത് ചൂടുള്ള ഭക്ഷണം അതിൻ്റെ അകത്ത് ടോക്സിക് ആയിട്ടുള്ളതും ഉണ്ടാവാത്ത രീതിയിലുള്ള സ്പെഷ്യൽ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞ പോലെ ആൾക്കാരെ കൊണ്ടുപോകുന്ന ഒരു റോക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് സാധാരണ ഒരു സാറ്റലൈറ്റ് കൊണ്ടുപോകുന്ന മാതിരിയല്ല. അപ്പം അതിന് ഒരു സിസ്റ്റം ഫെയിലായാൽ അടുത്തത്, അത് ഫെയിലായാൽ അടുത്തത്, അങ്ങനെ ഒരു 4-5 സ്റ്റേജസിലുള്ള സെക്യൂരിറ്റി സിസ്റ്റംസ് അതിൻ്റെ അകത്തുണ്ടാകും. ഇത് മുഴുവനും ഡെവലപ്പ് ചെയ്യണം. ഇത് കഴിഞ്ഞൊരു നമ്പർ ഓഫ് ടൈംസ് അത് ടെസ്റ്റ് ചെയ്യാൻ വേണം. അത് ടെസ്റ്റ് ചെയ്യണം, ട്രയൽ ചെയ്യണം. അതായത് ഓരോ ടെസ്റ്റും പാസ്സാവണം. ഇനി ഏതെങ്കിലും ഒരു ടെസ്റ്റ് ഫെയിലായാൽ അത് ആദ്യം തുടങ്ങണം. അതായത് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് 2026 മധ്യത്തോടെ അല്ലെങ്കിൽ അവസാനത്തോടെ ആൾക്കാരെ അയക്കാൻ കഴിയുന്നതാണ്. ഇതിനുള്ളിൽ നടക്കുന്ന മുഴുവൻ ടെസ്റ്റുകളും പാസ്സായാൽ മാത്രമേ പറ്റുള്ളൂ. എല്ലാം ക്ലിയർ ആണെങ്കിൽ മാത്രമേ ഇത് പറ്റുള്ളൂ. ഇനി ഇൻ കേസ് ഒരെണ്ണം ആ പാരാമീറ്റേഴ്സ് ഇപ്പോൾ റീ എൻട്രി നടത്തി, ഇപ്പോൾ ഒരു വ്യോമമിത്ര എന്ന് പറഞ്ഞൊരു ഇവരെ അയക്കുന്നു, അത് കഴിഞ്ഞത് റീ എൻട്രി. ആ റീ എൻട്രി നടത്തുമ്പോൾ ഓരോ സെക്കൻഡിലെയും ഡേറ്റ മുഴുവനും വന്നുകൊണ്ടിരിക്കുകയാണ്. ആ എല്ലാ സെക്യൂരിറ്റി പാരാമീറ്റേഴ്സും ഇത് മീറ്റ് ചെയ്യുന്നു എന്ന് ഉറപ്പ് വരുത്തണം. ഏതെങ്കിലും ഒന്ന് മാറിയിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഇത്ര സെക്കൻഡിൽ ആ ഒരു പർട്ടിക്കുലർ എഞ്ചിൻ ഇത്ര സെക്കൻഡ് കത്തണം, അത്രയും സെക്കൻഡ് കത്തുമ്പോൾ ഇത്ര ഇന്ധനം ഉപയോഗിച്ചിരിക്കണം, അത്ര ഉപയോഗിക്കുമ്പോൾ ഇത്ര ടെമ്പറേച്ചർ ജനറേറ്റ് ചെയ്തിരിക്കണം, ആ ടെമ്പറേച്ചറിൻ്റെ വാല്യൂ ഇത്ര ആയിരിക്കണം, അത് ഇത്ര സമയം സസ്റ്റെയിൻ ചെയ്തിരിക്കണം. ഇങ്ങനെയൊക്കെ കുറേ പാരാമീറ്റേഴ്സ് ഉണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് മാറിയാൽ അതിൻ്റെ ഒരു ലിമിറ്റുണ്ട്, 5% to 10% മാറിപ്പോയാൽ അത് കറക്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ഇവിടെ ഒരു റിസ്ക്കും എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഇത് മുഴുവനും നടന്നാൽ മാത്രമേ ഈ പറയുന്ന സമയത്ത് ഇത് ലോഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം മനുഷ്യനെ വെച്ചുള്ള കളിയാണ്. അതാണ് സംഭവം. എന്തായാലും ഇതുവരെ എല്ലാം ഓക്കെയാണ്. ഇതുവരെ എല്ലാ ടെസ്റ്റും വളരെ കൃത്യമായിട്ട് പാസ്സായിട്ടുണ്ട്. ഇതിൻ്റെ ത്രസ്റ്റേഴ്സ് എല്ലാം ടെസ്റ്റ് ചെയ്തു, ഇതിൻ്റെ ബാക്കിയുള്ള അതെല്ലാം കറക്റ്റ് സമയത്തായി. ഇനിയും ലോഞ്ച് ഉണ്ട്. അതിപ്പം ഉടനെ തന്നെ എനിക്ക് തോന്നുന്നു സെപ്റ്റംബർ ഒക്ടോബറിലോ മറ്റോ ആണ് ഇനി അടുത്ത ടെസ്റ്റ് ലോഞ്ച് ഉള്ളത്. റീ എൻട്രി ടെസ്റ്റ്, പിന്നെ വ്യോമമിത്ര അയച്ചുകൊണ്ട് ആ ഒരു റോബോട്ടിനെ അയച്ചുകൊണ്ടുള്ള ഒരു ടെസ്റ്റ് ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഗഗൻയാന്റെ അതും കഴിഞ്ഞിട്ടാണ് ഈ ഒരു അന്തരീക്ഷ അതും കഴിഞ്ഞിട്ടില്ല. അത് ഈ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ എന്ന് പറയുന്നത് 2028 അതിന്റെ ഫസ്റ്റ് മൊഡ്യൂൾ ലോഞ്ച് ചെയ്യും. ഓക്കെ, പിന്നെ അതൊരു അസംബ്ലിംഗ് ആണ്. ഇപ്പം അത് വളരെ വലിയ 40-50 ടണ്ണോളം സൈസ് ഉണ്ടാകും. അത് അത്രയും വലിയത് നമുക്കിപ്പോൾ ലോഞ്ച് ചെയ്യാൻ കഴിയില്ല. അപ്പം ഈ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ അതേപോലെ തന്നെ 10 വർഷം കൊണ്ടാണ് അത് കംപ്ലീറ്റ് ആക്കിയത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് മൊഡ്യൂൾ 2028 ലോഞ്ച് ചെയ്യും. ആ 2028 ആകുമ്പോഴേക്ക് നമ്മുടെ ഈ ഗഗൻയാൻ പദ്ധതി ഒരു ലെവലിലേക്ക് എത്തും. അത് ചെയ്ത് അതിൻ്റെ അടുത്ത മൊഡ്യൂളും ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മേളിൽ വെച്ച് അസംബിൾ ചെയ്യണമെങ്കിൽ ഇവിടുന്ന് ആൾ പോകണം. അപ്പോഴേക്ക് ഇത് രണ്ടും പാരലായിട്ട് ഇങ്ങനെ ഒരേപോലെ പോയാലേ അത് പറ്റുള്ളൂ. അങ്ങനെ 2035 ആകുമ്പോഴേക്ക് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ അവിടെ തീർക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്ലാൻ. അതിപ്പം ഈ ആക്സിയം 4 ദൗത്യത്തിൽ ശുഭാംശു ശുക്ല ചെയ്തൊരു 60ഓളം ഗവേഷണങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊരു പ്രധാന ഗവേഷണം ശുഭാംശു ശുക്ല നയിച്ചൊരു ഗവേഷണം എന്താണെന്ന് വെച്ചാൽ ഈ മൈക്രോ ആൽഗയുടെ വളർച്ച. അതായത് ഫുഡ് എത്ര കാലം ആ ഫുഡ് അവിടെ വെക്കാൻ പാകത്തിന് മൈക്രോ ആൽഗ നന്നായി വളരുന്ന ഒരു അന്തരീക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ ഫുഡ് ഉണ്ടാവുള്ളൂ. അപ്പം അത് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ഭാവിയിൽ അങ്ങോട്ട് പോകുന്ന ബഹിരാകാശ യാത്രികരെയാണ്. ബഹിരാകാശ മാത്രമല്ല, അല്ല ഞാൻ ഒന്ന് പറഞ്ഞ അതിലൊന്ന് അതായത് ഈ സ്പേസ് ടെക്നോളജി കൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം നമ്മൾ സാധാരണക്കാർക്കാണ്. അതെ, നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണൊക്കെ ഉണ്ടല്ലോ, ഈ സ്പേസ് ടെക്നോളജിയുടെ ബാക്കിയാണ്. അത് ഈ ഫുഡ് ടെക്നോളജി എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്, വലിയൊരു മേഖലയാണ്. ആ ഫുഡ് ടെക്നോളജിയിലേക്ക് വലിയൊരു കോൺട്രിബ്യൂഷനാണ് ഇത്. ഈ പറഞ്ഞ മൈക്രോ ആൽഗകളുടെ വളർച്ച.
ഇത് നാളെ സൈനികർക്ക് ദീർഘകാലം കേടുകൂടാതിരിക്കുന്ന പോഷകസമ്പന്നമായ ഭക്ഷണം അത് കൊടുക്കുക. അതേപോലെ ഇതെല്ലാം നമുക്ക് പ്രയോജനപ്പെടുന്ന കാര്യങ്ങളല്ല. അല്ല, ഈ 60-1 മാത്രമായിരുന്നു. 60-1 അതും ഇന്ത്യയിൽ നിന്ന് പോയത് 7 എക്സ്പെരിമെന്റ്. ആ 7 എക്സ്പെരിമെന്റിൽ ഒന്ന് മാത്രം തിരിച്ചു കൊണ്ടുവന്ന് വെച്ചാൽ കാർഗോ ആയിട്ട് തന്നെ 236 കിലോഗ്രാം കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഗവേഷണ ഫലങ്ങളും സാമ്പിളുകളും ഒക്കെ ആയിട്ട് എല്ലാം. അത് മാത്രമല്ല, അവിടെ ഈ മൈക്രോഗ്രാവിറ്റിയിൽ ഈ വിത്തുകൾ മുളയ്ക്കും. ആ വിത്തുകൾ അവിടെ മുളപ്പിച്ചു. ആ മുളപ്പിച്ച വിത്തുകൾ ഭൂമിയിൽ വന്ന് ഇവിടെ മുളച്ചു വരുമ്പോൾ ഇവിടെ ഉള്ള ഗ്രാവിറ്റിയിൽ മുളച്ചതുമായിട്ടുള്ള വ്യത്യാസം ഇതൊക്കെ അഗ്രികൾച്ചർ ടെക്നോളജിയിലും അഗ്രികൾച്ചർ സയൻസിലും വലിയ കോൺട്രിബ്യൂഷൻ തരാൻ പോകുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ സ്പേസ് സയൻസ് എന്ന് പറയുന്ന സാധനം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് സാധാരണക്കാരനെ ബാധിക്കുന്ന കാര്യങ്ങളിലാണ്. അതുകൊണ്ടാണ് ഇതൊരിക്കലും ഒരു വേസ്റ്റ് അല്ല, ഇതൊരു വലിയ ഇൻവെസ്റ്റ്മെൻ്റാണ്, ഭാവിയിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്ന് പറയുന്നത്. അപ്പോളോ പദ്ധതി എന്ന് പറയുന്ന സാധനം നടന്നില്ലായിരുന്നെങ്കിൽ, അങ്ങനത്തെ സംഭവം ഇല്ലായിരുന്നെങ്കിൽ ചന്ദ്രനിൽ പോകുന്നേ അമേരിക്ക ഇത്രയും വലിയൊരു ശക്തി ആവില്ലായിരുന്നു, ഒരു ടെക്നോളജിക്കൽ പവർ ആവില്ലായിരുന്നു. നമ്മുടെ തന്നെ ഭൂമിയിലെ തന്നെ മനുഷ്യരുടെ തന്നെ ടെക്നോളജിക്കൽ റെവല്യൂഷൻസിന് വലിയ കോൺട്രിബ്യൂഷനാണ് അപ്പോളോ പദ്ധതികൾ ചെയ്തിട്ടുള്ളത്. ഇതേപോലെയാണ് ഓരോന്നും ചെയ്യുന്നത്. അത് ഇപ്പോൾ ഈ അപ്പോളോ പദ്ധതി ഇപ്പോഴും നടന്നിട്ടില്ല, അത് ഫേക്കാന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്, അതിനെ വാദിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പം നമ്മൾ ഈ ഫ്ലാറ്റ് എർത്ത് സൊസൈറ്റി എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പോഴും ഞാനിത് പല പ്രാവശ്യം നമ്മുടെ ചാനലിൽ തന്നെ 2-3 പ്രാവശ്യം നമ്മളത് പറഞ്ഞു മടുക്കും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, നമുക്ക് അങ്ങനെയുള്ളവരെ തിരുത്താൻ കഴിയില്ല. അത് വേറൊന്നും പറഞ്ഞാലേ, ഈ ഏതെങ്കിലും സയന്റിഫിക് കമ്മ്യൂണിറ്റിയിൽ നിന്ന് അങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ടോ, ഒരു ആരോപണം വന്നിട്ടുണ്ടോ? അത് ഒരിക്കലും വരില്ല. കാരണം അവർക്കറിയാം സത്യമായിരുന്നു എന്നറിയാം, സത്യമാണെന്നുള്ളതൊക്കെയാണ്. ഇത് 2 കാരണം. ഒന്ന് രാഷ്ട്രീയ കാരണം, അമേരിക്ക ഇഷ്ടമല്ലേ വൃത്തികെട്ടവന്മാർ, അവന്മാർ ചെയ്യില്ല, ചെയ്താലും നമ്മൾ സമ്മതിക്കില്ല. അതിനിപ്പം വന്നൊരു ന്യായീകരണം എന്താണെന്ന് വെച്ചാൽ, കാരണം അപ്പോളോ ദൗത്യത്തിൽ മനുഷ്യനെ ചന്ദ്രനിൽ എത്തിച്ച നാസയ്ക്ക് എന്തുകൊണ്ടാണ് സുനിത വില്യംസിനെ തിരിച്ചെത്തിക്കാൻ പറ്റാത്തെന്നുള്ള ന്യായീകരണമൊക്കെ അത് സുനിത വില്യംസിന്റെ അവിടുത്തെ ജീവിതവും അവരെ കൃത്യമായിട്ട് അവർ വെബ്സൈറ്റിൽ ഇടുന്നുണ്ടായിരുന്നു. അതൊക്കെ വായിച്ചാൽ തന്നെ നമ്മളിവിടെ ഈ ഭൂമിയിൽ നമ്മുടെ ഓരോ മതിയോ ദൈവമേ അവരുടെ കാര്യം അവരുടെ എല്ല് പൊടിഞ്ഞു പോകുന്നു, നടു പൊടിഞ്ഞു പോകുന്നു. അല്ല, തിരിച്ചു വരുന്ന സമയത്തും അവർക്ക് നടക്കാൻ പറ്റില്ല. എങ്ങനെയായിരിക്കും ഭൂമിയിൽ അവർ ജീവിക്കുക? മൈക്രോഗ്രാവിറ്റിയിൽ നിന്ന് തിരിച്ചിവിടെ വരുന്നവന് പെട്ടെന്ന് നടക്കാൻ പറ്റില്ല, അവനൊരാഴ്ച കഴിയും. പറ്റില്ല. ഇപ്പൊ ശുഭാൻഷു ശുക്ല എടുത്തോണ്ട് പോകുന്ന കണ്ടില്ലേ? അതെ, അതങ്ങനെയാണ്. ഇതൊന്നുമല്ല, അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, വെറുതെ ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടും റീച്ചിന് വേണ്ടിയിട്ടുമാണത്. പിന്നെ ആത്മാർത്ഥമായിട്ട് ചോദിക്കുന്ന ആൾക്കാരുണ്ട്, അവരോട് നമുക്കതിന് ഉത്തരം പറയാം. സംശയം കൊണ്ട് ചോദിക്കുന്നു, ഇതിൻ്റെയൊക്കെ സ്വാധീനം കൊണ്ട് ചോദിക്കുന്നവരുണ്ട്. അതേ ഉള്ളൂ. അത് അല്ലാതെ ബാക്കിയൊന്നും കാര്യം നമുക്ക് അല്പമെങ്കിലും ഒരു സയന്റിഫിക് ടെമ്പറോ അല്ലെങ്കിൽ ഒരു നോളജോ ഉള്ള ഒരാൾക്ക് ഇതിനെ നിഷേധിക്കാൻ കഴിയില്ല. അതാണ് അമേരിക്ക പറ്റിച്ചതാണ് എന്ന് വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അതിനുള്ള കാരണങ്ങൾ കണ്ടെത്തുക എന്നുള്ളതല്ലാതെ, ഇത് അമേരിക്കയിൽ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. കേസിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യനാണിത്. അയാള് ഡിഫൻസിൽ വർക്ക് ചെയ്തിരുന്നതാണ്. എല്ലാവരും പറഞ്ഞു അദ്ദേഹം ഡിഫൻസ് ശാസ്ത്രജ്ഞൻ ഒന്നുമല്ല. അയാള് അവിടുത്തെ ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു ക്ലർക്കായിരുന്നു. അന്ന് അയാളുടെ ഈ പുസ്തകത്തിന് ഭയങ്കര ഇതൊക്കെ കിട്ടി, റീച്ചൊക്കെ കിട്ടി. കാര്യം ഇങ്ങനത്തെ ഗൂഢാലോചന സിദ്ധാന്തങ്ങൾക്ക് എപ്പോഴും നല്ല മാർക്കറ്റാണ്. അത്രയേ ഉള്ളൂ അത്. അതായത് ഒരു കാര്യമുണ്ട്, അന്ന് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഒന്നും പോകുന്നില്ല, അതൊക്കെ പല പ്രാവശ്യം പറഞ്ഞാണ്. ഈ ശീതയുദ്ധം, കോൾഡ് വാർ അതിൻ്റെ പീക്കിൽ നിന്ന കാലമാണത്. പീക്കിൽ ഒരു രക്ഷയില്ലാതെ നിന്ന സമയമാണത്. ഒരു ശീതയുദ്ധത്തിൻ്റെ പ്രോഡക്റ്റാണ് ഈ സാധനം. എന്നിട്ട് അങ്ങനെ നിന്ന സമയത്ത് അവരുടെ ബദ്ധവൈരികളായിരുന്ന സോവിയറ്റ് യൂണിയൻ പോലും ഇങ്ങനൊരു ആരോപണം പറഞ്ഞിട്ടില്ല. അല്ല, അവർക്കറിയാം. കാരണം ശത്രുവിന്റെ യോഗ്യത എന്തുവാന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. കാരണം അങ്ങനെ നിന്നിരുന്നു. പിന്നെ അമേരിക്ക ചെയ്ത ഒരു മണ്ടത്തിറഞ്ഞാൽ അവരത് തുടർന്നില്ല എന്നുള്ളതാണ് കാര്യം. അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ആ അപ്പോളോ പ്രോജക്റ്റിന്റെ ഉദ്ദേശം വേറൊന്നുമില്ല, എങ്ങനെയും സോവിയറ്റ് യൂണിയനെ തോൽപ്പിക്കുക എന്നുള്ളത്. അത് മാത്രമേ ഉള്ളായിരുന്നു. കാരണം മാത്രമേ ഉള്ളൂ. അതിലെ കൂടുതൽ ഗവേഷണ ഫലങ്ങളിലേക്കൊക്കെ കടന്നിരുന്നെങ്കിൽ അത് ഇപ്പൊ നിൽക്കുന്ന പോലെ ആയിരിക്കില്ല നാസ. ഇപ്പൊ നമ്മൾ അവിടേക്ക് ഇങ്ങനെ ഷട്ടിൽ സർവീസ് നടത്താവുന്ന അവസ്ഥ എത്തിയേനെ. അത് കഴിഞ്ഞു, അതിന്റെ ഒബ്ജക്റ്റീവ് കഴിഞ്ഞു. അവരവിടെ വലിയ ഹ്യൂജ് ഫണ്ടിങ് ആണ് നടത്തിയത്. ആ ഫണ്ടും തീർന്നു, അവരാ പരിപാടിയോടെ ഒരു 19 വരെ പോയി, 13 മാത്രം ഇറങ്ങിയില്ല. ഏത് അപ്പോളോ? 17 വരെ പോയി. 17 വരെ പോയി, അതിൽ 13 ഇറങ്ങി കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു, അവരത് നിർത്തി. അതേസമയം അവരത് കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ സ്പേസ് ടെക്നോളജിക്കും സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിക്കും ഒക്കെ വലിയ മുന്നേറ്റങ്ങളുണ്ടാകുമായിരുന്നു.
അന്നത് കണ്ടിന്യൂ ചെയ്യാതിരുന്നത് കൊണ്ടാണ് ഇന്ന് പോകാൻ കിടന്ന് പെടാപ്പാട് പെടുന്നത്. ടെക്നോളജി അവിടെ നിന്നു. അത് കഴിഞ്ഞ് വർഷം 50 കടന്നു. ഈ 50 വർഷത്തിനുള്ളിൽ ലോകം ഒരുപാട് മാറി. അന്നത്തെ ടെക്നോളജികൾ കാരണം അന്നത്തെ ടെക്നോളജി ബാക്കി ഇപ്പോൾ ഉള്ള ഏതാണ്, അതിൻ്റെ പ്രൊപ്പൽഷൻ ടെക്നോളജി മാത്രമേ അന്നും ഇന്നും സെയിം ആയിട്ടുള്ളൂ. ബാക്കി ഇലക്ട്രോണിക്സ് മാറി, അതിൻ്റെ ബാക്കി എല്ലാം മാറി. അപ്പം വീണ്ടും ഇവിടെ നിന്ന് സീറോയിൽ തുടങ്ങേണ്ടി വരും. അത് കാലാകാലങ്ങളായിട്ട് ആ ഒരു പ്രൊജക്റ്റിന് മാത്രം ഒരു അപ്ഡേഷൻ നടത്തിയിട്ടില്ല. ഒരൊറ്റ സോവിയറ്റ് യൂണിയനും ഞങ്ങൾ തോറ്റു, ഞങ്ങളും ഇല്ലേ, ഇപ്പൊ ഈ പരിപാടി ഇല്ലേ എന്ന് പറഞ്ഞോണ്ടാവില്ല. പിന്നെ അവർക്കും പിന്നെ എപ്പോഴേത് തുടങ്ങിയെന്നറിയോ? ഇന്ത്യ ചന്ദ്രയാൻ വിക്ഷേപ കാരണം അതിനുശേഷമാണ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇല്ല. അതിനുശേഷമാണ് ലോകം വീണ്ടും ഇതിന്റെ സാധ്യതകൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയത്. ഒന്ന് ആലോചിക്കുക, ഈ ചന്ദ്രനിൽ പോയി മനുഷ്യരെ വിട്ട് അവിടെ മുഴുവൻ ഉഴുതും മറിച്ചിട്ടവർക്ക് സാധിക്കാത്തതാണ് നമ്മുടെ ആ ഒരു ഇത്തിരി കുഞ്ഞൻ ചെറിയ ആ സാറ്റലൈറ്റ് പോയി അവിടെ വെള്ളം ഉണ്ടാപ്പാ എന്ന് പറഞ്ഞത്. അവിടെ നേരിട്ട് പോയവർക്ക് ഇല്ല. കാര്യം അവരുടെ പ്രയോറിറ്റിയിൽ അങ്ങനെ ഒരു ഉദ്ദേശം ഇല്ലായിരുന്നു. അതുണ്ടായിരുന്നുവെങ്കിൽ അവർക്കന്ന് കണ്ടെത്താമായിരുന്നു. പക്ഷെ നമ്മുടെ ഉദ്ദേശം അതല്ല. അതിനുശേഷമാണ് വീണ്ടും മൂൺ എക്സ്പ്ലോറേഷൻ വലിയ ഇതിലേക്ക് മാറി. അത് അവർ ഈ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അതിന്റെ ഫലം തന്നെ നമ്മുടെ ഉള്ള റിസോഴ്സ് ഈ ചന്ദ്രനിലേത് സമാനമായിട്ടുള്ള മണ്ണ് നമ്മൾ പണ്ട് ഞാൻ കേട്ടിട്ടുള്ളതാണ്. പണ്ട് നമ്മൾ കടം ചോദിച്ചിട്ട് അവർ തന്നില്ല. കടമല്ല അവർ, അതായത് അതിന് പറയും ആ മണ്ണിൻ്റെ ഒരു പേരുണ്ട്. എന്താണ് പേര്? ഞാനങ്ങ് മറന്നുപോയി. ലിത്തോ എന്തോ ഒരു പേരാണ്, ആ പേരും കൊണ്ട് മറന്നുപോയത്. അതും വളരെ പൗഡറാണ് ആ സാധനം. ഇത് കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്നുണ്ട് അവിടെ. ഇവിടെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിച്ചപ്പം അവർ നമുക്ക് ആവശ്യമുള്ള മണ്ണിൻ്റെ വില എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പ്രോജക്റ്റ് കോസ്റ്റിൻ്റെ 2 ഇരട്ടിയൊക്കെ ആവും. ഒടുവിൽ അത് വേണ്ടാന്ന് വെച്ചു. അപ്പോഴാണ് തമിഴ്നാട്ടിൽ സേലത്തിനടുത്തൊരു സ്ഥലത്ത് ഈ രീതിയിലുള്ള പാറകളിൽ ഈ രീതിയിലുള്ള മണ്ണുണ്ട് എന്ന് കണ്ട് അവിടെ പോയി നോക്കി സാധനം പൊടിച്ചൊന്ന് പ്രോസസ്സ് ചെയ്ത് നോക്കിയപ്പോൾ ഇവൻ്റെ ഈ പണ്ടാരത്തിനെക്കാട്ടിലും ഗംഭീര സാധനമാണ്. അത് വെച്ചിട്ടാണ് ചന്ദ്രയാൻ ടെസ്റ്റ് ചെയ്തത്. അപ്പം നമുക്ക് ഇപ്പൊ പറഞ്ഞു വന്നത് ഇപ്പൊ നമ്മൾ അതിലേക്ക് എത്തി. കാരണം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും അവസാനം പറഞ്ഞത് ഈ ഒരു മണ്ണ് നമുക്ക് അവിടെ നിന്ന് കിട്ടി. ഇത്തരത്തിലുള്ള ധാതു സമ്പന്നമായിട്ടുള്ളൊരു മണ്ണാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. അതിപ്പോ കൂടുതൽ വെളിവാവാൻ പോവാണ് ഇപ്പൊ ഈ നിസാറിലൂടെ. അല്ലേ? അതെ, ഏറ്റവും കൂടുതൽ പ്രയോജനം നമുക്ക് തന്നെ. കാരണം ഇത്തരത്തിലുള്ള എന്തൊക്കെ ധാതുക്കൾ ഉണ്ടാകും. അപ്പം ഈ ഒരു ചന്ദ്രനിലെ മണ്ണിലെ സമാനമായിട്ടുള്ള ഇപ്പൊ നമുക്ക് അവിടെ നിന്ന് കിട്ടി. ഇത് ഒരു നിസ്സാരം വെച്ച് കണ്ടുപിടിച്ചില്ല. അവിടുത്തെ ഒരു അക്ഷരാഭ്യാസം പോലും ഇല്ലാത്ത ആൾക്കാർ പറഞ്ഞാണ് സാധനം ഉണ്ടെന്നുള്ളത്. അതെ, അങ്ങനെ കിട്ടിയതാണത്. അതാ പറഞ്ഞത്, നമ്മുടെ ശരിക്കും നമ്മൾ തന്നെ, നമ്മളും ലോകരാജ്യങ്ങളും ഭാരതത്തിൻ്റെ കരുത്ത് തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇത്. അതുകൊണ്ടാണ് ഇവരൊക്കെ നമ്മളെ സമീപിക്കുന്നത്. പൂർണ്ണമായിട്ടും മനസ്സിലായി ഭാരതം എന്തും ചെയ്യാൻ കഴിയും. അതേപോലെ ഈ ഓപ്പറേഷൻ സിന്ദൂറൊക്കെ കണ്ടപ്പോഴത്തേക്ക് ആ ഞെട്ടലിൽ നിന്ന് ഇന്നും ലോകം ഇങ്ങനെ മുക്തി നേടിയിട്ടില്ല. അത്ര കാര്യം ഇങ്ങനെയൊക്കെ യുദ്ധം ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് രാജ്യം സ്വീകരിച്ച നിലപാടൊക്കെയാണ്. അതെ, അത് വേറൊരു വശം. ടെക്നോളജി, നമ്മളിപ്പോൾ ഇവിടെ സംസാരിക്കുന്നത് സയൻസും ടെക്നോളജിയാണ്. ഈ ടെക്നോളജിയെ എങ്ങനെ അതിൻ്റെ ഒപ്റ്റിമം പവറിൽ യൂസ് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ പല പ്രാവശ്യം തെളിയിച്ചതാണ്. ഇപ്പം ഈ മംഗൾയാൻ ഉണ്ടല്ലോ, അതിൻ്റെ കാലാവധി എത്രയായിരുന്നു അറിയോ? അതിൻ്റെ കാലാവധി 6 മാസമായിരുന്നു. 6 മാസമായിരുന്നു. അതായത് പദ്ധതി പൂർത്തീകരിക്കാൻ അല്ല, അതിന്റെ ലൈഫ് 6 മാസമായിരുന്നു. എത്ര വർഷം വർക്ക് ചെയ്യുന്നറിയോ? 7 വർഷം. കാരണം അതിൻ്റെ അകത്തെ ഇന്ധനങ്ങൾ കൊടുത്ത് 1 ഗ്രാം പോലും വേസ്റ്റ് ആക്കാതെ കൃത്യമായിട്ട് അത് മാക്സിമം ഗംഭീരമായിട്ട് ഇക്കണോമിക്കലായിട്ട് യൂസ് ചെയ്തുകൊണ്ടാണ്. അല്ല, അത് അങ്ങനെ ഒരു പദ്ധതി നടക്കില്ല എന്ന് തന്നെ പറഞ്ഞത്, എഴുതി തള്ളിയത് മാത്രമല്ല. മംഗൾയാന് വേറൊരു ഗുണമുണ്ട്. പ്രത്യേകത എന്താ പറയുക? ആദ്യമായിട്ട് ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഒരു ഇന്റർ പ്ലാനറ്ററി മിഷൻ വിജയിപ്പിച്ചത് നമ്മൾ മാത്രമാണ്. മംഗൾയാൻ മാത്രമാണ് ഒരു മാർസ് മിഷൻ. ഇന്റർ പ്ലാനറ്ററി മിഷൻ. ബാക്കി എല്ലാവരും ആദ്യത്തെ 2-3 അറ്റംപ്റ്റ് കഴിഞ്ഞതിന് ശേഷമാണ് സക്സസ് ആയിട്ടുള്ളത്. വെരി ഫസ്റ്റ്. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ സയൻറ്റിസ്റ്റുകളുടെ ആ കമ്മിറ്റ്മെൻറ്റ് അവരുടെ, അതെ, കമ്മിറ്റ്മെൻറ്റും പറയാം. ഇത് നമുക്ക് അവരുടെ ഒരു ടെക്നിക്കൽ നോളജും അത് കൃത്യമായി
ഉപയോഗപ്പെടുത്തും. കാരണം ഇതിലും ടെക്നിക്കൽ നോളജ് നമ്മുടെ ലിമിറ്റഡ് റിസോഴ്സസ് വെച്ചിട്ട് നമ്മുടെ എല്ലാ ലിമിറ്റേഷൻ്റെ അകത്തും നിന്നുകൊണ്ട് ഇതേപോലെയുള്ള നേട്ടങ്ങൾ കൊയ്യുന്നു എന്നുള്ളിടത്താണ് അതിൻ്റെ വിജയം. പണം പമ്പ് ചെയ്താലെല്ലാം നടക്കും. അതുപോലെ പമ്പ് ചെയ്യാൻ നമുക്ക് പണമില്ല. പക്ഷേ ആലോചിക്കണം, നമ്മുടെ നാസയുടെ ബജറ്റ് എത്ര ഒരു വർഷത്തെ? എന്തായാലും 13,000 കോടി. ചൈനയുടെ സ്പേസ് ബജറ്റ് എത്ര എന്നറിയോ? 1.5 ലക്ഷം കോടി. നാസയുടെ എത്രയെന്നറിയോ? 4.5 ലക്ഷം കോടി. എവിടെ കിടക്കുന്നു എന്ന് ആലോചിച്ചു നോക്ക്. അതിൻ്റെ അകത്ത് നിന്നുകൊണ്ടാണ് ഇതൊക്കെയാണ് ലോകം ഞെട്ടിപ്പോകുന്ന കാര്യങ്ങൾ. അത് ഇത്രയും പോകുന്ന പരിമിതികളിൽ നിന്ന് നമ്മൾ വിജയം നേടുന്നു. അതെ അതെ. അതിനിപ്പം ഈ ഒരു നിസാറും നമ്മൾ സാങ്കേതികപരമായിട്ടും എന്തും സംഭവിക്കാം. പക്ഷേ ഇത്രയും കാലത്തെ നമ്മുടെ അനുഭവങ്ങൾ വെച്ചിട്ട് അത് വിജയകരമാവാതെ നമ്മൾ അതിൻ്റെ മറ്റൊരു ഭാഗം ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം സാറ്റലൈറ്റ് നാസയുടെയും ഇത് ആദ്യം മനസ്സിലാക്കുക. ഈ സാറ്റലൈറ്റിന് എത്ര വെയിറ്റ് ഉണ്ട്? ഏതാണ്ട് 2,500 കിലോ വെയിറ്റ് ഉണ്ട്. 2,500 കിലോ വെയിറ്റ് ഉണ്ട്. GSLV വെച്ചിട്ടാണ് ലോഞ്ച് ചെയ്യുന്നത്. അത്രയും വലിയ ഒരു റോക്കറ്റിൻ്റെ ആവശ്യമില്ല. അത് 700 കിലോമീറ്റർ 700 കിലോമീറ്റർ പോളാർ ഓർബിറ്റിലേക്ക്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അവിടെ പോലും ഒരു 0.5% പോലും നമ്മൾ അതിൻ്റെ അകത്തൊരു ചാൻസ് എടുക്കുന്നില്ല. അതാണ് GSLV പ്രൂവൺ റോക്കറ്റാണ്. നമ്മുടെ KVD നല്ല എഞ്ചിനുമാണ്. എല്ലാം കഴിഞ്ഞാണ്. ഇനി ഇതെല്ലാം കഴിഞ്ഞ് ഇതിനപ്പുറത്തെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ആസ് ഓഫ് നൗ ഒരു ടെൻഷൻ്റെ ആവശ്യം. അതായത് നമ്മളൊരു 4 പേർക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു SUV വണ്ടി പോകുന്ന പോലെ അത്രയേ ഉള്ളൂ. ആ ഒരു ലാഘവത്തിൽ 4 പേർക്കല്ല, ഒരു 2 പേർക്ക് പോകാൻ പോകുന്ന പോലെ. നമുക്ക് വേണമെങ്കിൽ ഒരു ബൈക്കേ പോകാം, അല്ലെ ഒരു മാരുതി 800 പോകാം. പക്ഷേ നമ്മൾ പോകുന്നത് ഒരു വലിയ വണ്ടിയിൽ അത്യാവശ്യം നല്ല സൗകര്യം ടൊയോട്ട ലാൻഡ് ക്രൂസർ പോകുന്നു. ആ ഒരു ഫീലാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു നിസാർ വരാൻ പോകുന്നു. ഇപ്പോൾ ജൂലൈ 30 നമുക്ക് കാത്തിരിക്കാം. ഈ ഒരു ലോഞ്ച് കാത്തിരിക്കാം. അതിനുശേഷം വരാൻ പോകുന്ന പ്രത്യാഘാതങ്ങളും അല്ലെങ്കിൽ വരാൻ പോകുന്ന ട്രോളുകളും ആരോപണങ്ങളും അതൊക്കെ നമുക്ക് കാത്തിരിക്കാം, എൻജോയ് ചെയ്യാം. അതെ. അപ്പം വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുക. അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, വിമർശിക്കുക. അങ്ങനെ അതൊക്കെ വലിയ വലിയ പ്രചോദനങ്ങളാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.